എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണല്ലേ ദോശ. രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല ചൂട് ദോശയും ചമ്മന്തിയും പിന്നെ ചട്നി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം അടിപൊളിയാണ്. വീട്ടിലുള്ള സമയത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിലും അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ദോശ. അമ്മ ഉണ്ടാക്കി തരുന്ന ദോശയും ചട്നിയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുബായിൽ ഞങ്ങൾ ഉള്ള സമയത്ത് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മാവ് വാങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ ഒരു സിമ്പിൾ ചട്നി കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് രാത്രിയിലത്തെ ഭക്ഷണമാണ് കേട്ടോ. ഓഫീസ് കഴിഞ്ഞ് വന്ന വഴിക്ക് വേറെ ഫുഡുകളൊന്നും ഉണ്ടാക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ദോശ കഴിക്കാം എന്ന് വിചാരിച്ച് ദോശ ഉണ്ടാക്കിയതാണ്. വീട്ടിലാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ദോശ ഉണ്ടാക്കി തരും. അത് നമ്മൾ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് പോയിരുന്ന് ഇങ്ങനെ കഴിക്കുക. അത് എത്ര എണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കി, അതായത് ചൂട് കൊടുക്കാൻ എങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. അതേ അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും വൈഫും മോളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട് എനിക്കൊരു മിനിമം ഒരു 6 ദോശയെങ്കിലും വേണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മതിയാവില്ല. കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് 2 പച്ചമുളക് കീറിയിട്ട് അതൊന്ന് അരച്ചു. പിന്നെ അതിൻ്റെ കൂടെ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ദോശയും. അതിൽ 5 ദോശ എനിക്കും 3 ദോശ എൻ്റെ വൈഫിനും. അവൾ അത്രേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് 3 ദോശ കൊടുത്തു. പാവം 3 ദോശയെങ്കിലും കഴിക്കട്ടെ. അങ്ങനെ കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മേലേക്ക് കടുക് തെറിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ കടുക് പൊട്ടിക്കുക. കരിയേപ്പിൻ്റെ ഇല ഇടുമ്പോൾ വെള്ളം നനവ് ഉണ്ടെങ്കിലും ഈ ഇതുണ്ടാവും. ഇത് നേരെ ചട്നിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും കേട്ടോ. അടിപൊളി. അങ്ങനെ 5 ദോശയും ചട്നിയും കൂട്ടി ഒരു 1.5 പിടി പിടിച്ചു. ചട്നി എന്ന് പറയുമ്പോൾ ചട്നിയിൽ മുക്കി കഴിക്കാനാട്ടോ അത് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.